മൂന്നാർ അതിശൈത്യത്തിനരികിലാണ്. സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ താപനില 0-ലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. വിവരങ്ങൾ നൽകാനായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഈ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോഴിതാ അത് അതിശൈത്യത്തിലേക്ക് നീങ്ങുകയാണ്. 0-ലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സഞ്ചാരികളുടെ ഒഴുക്കും കൂടിയിട്ടുണ്ടാകും. കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടോ ഏതെങ്കിലും മേഖലകളിൽ? മൂന്നാറിലാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത്. ഏറ്റവും താഴ്ന്ന താപനില ഈ സീസണിലേത് രേഖപ്പെടുത്തി കഴിഞ്ഞു. 3 ഡിഗ്രി ആയിരുന്നു അത്. ഇനി താപനില 0-ലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. പൊതുവിൽ ഈ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളാകുമ്പോൾ തന്നെ താപനില വല്ലാതെ താഴ്ന്ന് വലിയ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു ശരിക്കും സീസൺ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. താപനില താഴ്ന്നു നിൽക്കുകയാണ്. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജെയിൻ, ഏറ്റവും താഴ്ന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് 0-ലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ എവിടെയെങ്കിലും മഞ്ഞുവീഴ്ചയുണ്ടോ? കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? വലിയ രീതിയിൽ സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയോ? ഇതുവരെ ഈ സീസണിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് മൂന്നാർ എത്തുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 0-ന് താഴത്തേക്ക് -1 സാധാരണ മൂന്നാറിൽ ഈ സമയത്ത് രേഖപ്പെടുത്താറുള്ളത്. ആ താപനിലയിലേക്ക് ഒരുപക്ഷെ മൂന്നാർ എത്താൻ സാധ്യതയുണ്ട്. കാരണം മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായി ഇത്തവണ തണുപ്പ് ജില്ലയിൽ മൊത്തത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെയും അതായത് പുലർച്ചെ മുതൽ രാവിലെ ഒരു 7 മണി വരെ എല്ലായിടത്തും നല്ല തണുപ്പാണ്, അസാധാരണമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. മൂന്നാറിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും എന്നാണ് കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ആണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്നലെ ചെണ്ടുവരയിൽ 3 ഡിഗ്രി ആണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി എസ്റ്റേറ്റിൽ 4 ഡിഗ്രി ആയിരുന്നു താപനില. സെവൻമലയിൽ 5 ഡിഗ്രി ആയിരുന്നു. ഉബാസി മൂന്നാർ ആ ഭാഗത്ത് 3 ഡിഗ്രി തന്നെ രേഖപ്പെടുത്തി. അതായത് ഇന്നുകൂടി ഇതേ രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ നാളെ നമ്മൾ ഇതിലും കുറഞ്ഞ താപനില പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് മൂന്നാറിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ നേരിയ രീതിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ പെയ്താൽ ഈ തണുപ്പ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ചൂട് പകൽ സമയത്ത് നല്ല ചൂട് അനുഭവപ്പെടുമ്പോഴാണ് രാത്രികാലങ്ങളിൽ മൂന്നാറിലെ തണുപ്പ് 0-ലേക്കൊക്കെ എത്തുന്നത്. അതായത് പകൽ സമയത്ത് അസാധാരണമായി ചൂടായിരിക്കും, ഒരു വരണ്ട കാലാവസ്ഥയായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ രാത്രി ഒരു 12 മണിക്ക് ശേഷം അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടും. അതാണ് സാധാരണ ഒരു സീസൺ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മൂന്നാറിൽ അതിശൈത്യം എന്ന് വാർത്ത നൽകുമ്പോൾ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ ഇത് പ്രതീക്ഷിച്ച് വളരെ ആളുകൾ എത്താറുണ്ട്. പക്ഷെ അവരെത്തുന്ന സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ പകൽ സമയത്തായിരിക്കും. പകൽ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച് മൂന്നാറിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂടായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ രാത്രി കാലങ്ങളിലായിരിക്കും ഈ തണുപ്പ് അനുഭവപ്പെടുന്നത്. അതായത് ഈ മഞ്ഞ് ആസ്വദിക്കാൻ എത്തുന്നവർ പുലർച്ചെ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ പുലർച്ചെ 12 മണിക്ക് ശേഷം ഒരു 7 മണി വരെയുള്ള സമയത്ത് ഈ പറയുന്ന വിവിധ സ്ഥലങ്ങളുണ്ട്. സാധാരണ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ. തീർച്ചയായും മൂന്നാറിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. അതും ജെയിൻ എസ് രാജു റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ അത് രാത്രി സമയത്താണ് ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്നത്. പകൽ സമയങ്ങളിലാണെങ്കിൽ അതിനനുസരിച്ച് ചൂടും മാറി മാറി വരുന്നുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ പോയാൽ നല്ല കാലാവസ്ഥയും ആസ്വദിച്ച് അവിടുത്തെ ഭംഗിയും കണ്ടറിഞ്ഞ് തിരിച്ചു പോരാം.